എന്നല്ല നമ്മൾ പറഞ്ഞത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ പ്രിപ്പയർ ചെയ്യണം. ഒന്നേതാ മാർജിനൽ കോസ്റ്റ്, മറ്റേതാ അബ്സോർപ്ഷൻ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? എന്താ പറയേണ്ടത്? സെയിൽസ് മൈനസ് വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എങ്ങനെ കാണും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് മാനുഫാക്ചർ വാരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ യെസ് മൈനസ് ഏതാ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ കിട്ടുന്ന ഈ 60,000 ഉദ്ദേശം എന്താ? വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്രോസ് കോൺട്രിബ്യൂഷൻ. എന്ത് ലെസ് ചെയ്യാം? വാരിയബിൾ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്ത് കിട്ടും? നെറ്റ് കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റ് എല്ലാം ഉണ്ടാവും അല്ലേ? 3 ഓവർ ഹെഡിലും ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ലെസ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോഫിറ്റ്. ഇതിലൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ പറ്റും. ഓക്കെ അല്ലേ? യെസ്. പണ്ടെടുത്ത കോസ്റ്റ് ഷീറ്റുമായിട്ട് ഇതൊരു പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങളെ ചോദ്യം ചോദിച്ചാൽ മാത്രം ഞാൻ എന്ത് ചെയ്യുള്ളൂ? ആൻസർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഫോർമാറ്റ് പോയിട്ട് പഠിച്ചു വെച്ചാൽ. ഓക്കെ അല്ലേ? യെസ്. വെറുതെ ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല. ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു പരിപാടിയായിരുന്നു. ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് കോൺസെപ്റ്റൊക്കെ കൂടുതൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് എന്ത് ചെയ്യും? കുറേ പറയും ഇങ്ങനെ ഈ പെർസ്പെക്റ്റീവ് ആ പെർസ്പെക്റ്റീവ് ഒക്കെ കഴിഞ്ഞാൽ അവസാനം ആകെ ഉണ്ടായി പറയും. ഓക്കെ അല്ലേ? വേണ്ട. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്നത് എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഡെപ്തി. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അത് നമ്മുടെ ഒരു തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് ആവശ്യമുള്ളത് ആളറിഞ്ഞ് എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അണ്ടർ ഏതാണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റ്. അതിലേതാണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിലെന്താ പെടുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതിലെന്തൊക്കെ ഉണ്ടാവും? ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. അപ്പോൾ നേരത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഏത് ഉണ്ടാവുള്ളൂ? വാരിയബിൾ കോസ്റ്റ്. ആഡ് ഏതാ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾസോ ഇൻക്ലൂഡ് ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ദെൻ വി വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സെയിൽസ് മൈനസ് ഏതിൽ നിന്ന്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു ട്രിക്കി സാധനം ഉണ്ട്. എന്താണ്? ഓവർ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അണ്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഡെപ്തിൽ പറയേണ്ടതാണ്. ഈ അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോർപ്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ABC ഇല്ലേ? ABC സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ABC എന്ന പേര്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ്. അതെടുക്കുമ്പോൾ നമ്മൾ ഓവർ ഹെഡിൻ്റെ കുറിച്ച് എന്ത് ചെയ്യും? ഡെപ്തിൽ പറയും. ഓക്കെ? യെസ്. അപ്പോൾ അതുവരെ അതെന്താണ്? ഒരു സർപ്രൈസാണ്. ഞങ്ങൾക്ക് അബ്സോർപ്ഷനും മറ്റു പല പേരുകളും പറഞ്ഞിരുന്നു. ഓർക്കണ്ട? റിക്കവറി അല്ലെങ്കിൽ ചാർജിങ്. ഓക്കെ അല്ലേ? റിക്കവറി അല്ലെങ്കിൽ ഏതാ? ചാർജിങ്. അപ്പോൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കല്ലേ? DP ഏതാ? ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് ആദ്യം ഏതിൽ അപ്ലൈ ചെയ്യാം? ക്വസ്റ്റ്യങ്ങൾ വായിച്ചല്ലേ? ഒന്നുകൂടെ വായിക്കാം അല്ലേ? ABC ലിമിറ്റഡ് ഹാസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് 5 lakh യൂണിറ്റ്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ 100% കപ്പാസിറ്റി എത്ര ലാക്ക് യൂണിറ്റ് ആണ്? 5 lakh യൂണിറ്റ് ആണ്. ആസ് പെർ ആനം അറ്റ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. എന്നിട്ട് അതിൻ്റെ ABC കോസ്റ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വാരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 32 അല്ലേ? സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാ? 9.60. ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ ആനം എത്രയാണ്? 30 lakh. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? 30 lakh ഡിവൈഡഡ് ബൈ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എത്ര ഉള്ളത്? 5 lakh അല്ലേ? അപ്പോൾ 5 lakh കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 30 lakh ഡിവൈഡ് ബൈ 5 lakh. കാൽക്കുലേറ്റർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കറക്റ്റ് വേണം വായിക്കുന്നതോടെ തന്നെ. അതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വെക്കുന്നൊരു ഇതാവരുത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു പൊസിഷൻ അതിന് സെറ്റ് ചെയ്ത് വെക്കുക. എത്ര വരും? 0.6 30 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം. ഓക്കെ 6 0.6 0.6 60 പൈസ അല്ലേ? ദെൻ അടുത്തത്
ഞങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഞാൻ ഞെക്കി കളിക്കേണ്ടത് പറഞ്ഞു തരണം വേണ്ടട്ട നിങ്ങൾ. ഇതിനടുത്ത് ഫിക്സ്ഡ്, ഞാൻ ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ തെറ്റാണോ എന്ന് വിചാരിച്ചിരിക്കാം. അടുത്തേതാ? ഫിക്സ്ഡ് സെല്ലിംഗ് എക്സ്പെൻസ് പെർ ആനം 20 lakh. 20 lakh അടിക്കാറില്ലേ? 20, പിന്നെ എത്ര പൂജ്യം വരും? 5 പൂജ്യം. അറിയാത്തവർ പറഞ്ഞാൽ അവിടെ ഒന്ന് അടിച്ചു വരുന്നതായിരിക്കും. അടിച്ചാ 4. ഓക്കെ, യെസ്. ദെൻ during the year ending 31st March 2022, the company worked 80% of its capacity. അതിൻ്റെ എത്ര ശതമാനം കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ 80% കപ്പാസിറ്റി പറയുമ്പോൾ എത്രയും ഉണ്ടാവും? 5,80,000 കണ്ടേ. 5 lakh ഇൻറ്റു 80 ഹരിക്കണം 100, അല്ലെങ്കിൽ ഇൻറ്റു 80 എന്നിട്ടൊരു പേഴ്സൻറ്റേജിൻ്റെ ചിഹ്നം ഉണ്ടാവും. എത്രയാ? 4 lakh. അടിയിലുണ്ട്, തന്നിട്ടുണ്ട്, വെറുതെ ഒന്ന് കൺഫേം ചെയ്താൽ 4 lakh യൂണിറ്റാണ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് പറയുന്നത്? 64 പെർ യൂണിറ്റ്. പക്ഷേ അതിൽ സെയിൽ ചെയ്ത യൂണിറ്റ് എത്രയാണ്? സെയിൽ ചെയ്ത യൂണിറ്റ് എത്രയാണ്? 3,87,500. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ്? പറയടാ, 4 ലക്ഷം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? അടിയിൽ വന്നിട്ടുണ്ട് 50,000. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തി കൂടെ. എങ്ങനെ കണ്ടെത്താം? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ശ്രദ്ധിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? 50,000. നിങ്ങൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത്? 4 ലക്ഷം. അപ്പോൾ എത്ര ടോട്ടൽ വന്ന്? 4,50,000. അതിൽ നിന്ന് എത്ര യൂണിറ്റ് വിറ്റു? 3,87,500. ബാക്കി എത്ര വരും? 4,80,000 മൈനസ് 3,87,500, 62,500. ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്കൊരു വർക്കിംഗ് നോട്ട് കൊടുക്കേണ്ടതാണ്. എന്ത്? അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 1, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, എങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ എഴുതണ്ട, ശ്രദ്ധിച്ചാൽ മതി. എത്രയാണ്? 50,000 യൂണിറ്റ്സ്. ഒക്കെ യൂണിറ്റ്സിലാണ്. ആഡ്, നമ്മൾ പർച്ചേസ് ചെയ്യല്ല ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 4 lakh, വിച്ച് ഈസ് ഈക്വൽ ടു 80% ഓഫ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്ര ക്ലോസിംഗ് സ്റ്റോക്ക്? വലയ്ക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് അറിയില്ല, അല്ല കാണുന്നത്. അയ്യേ. മൈനസ് സോൾഡ്, സെയിൽസ്. എത്ര യൂണിറ്റാണ് വിറ്റത്? 3,87,500. ബാലൻസ് വരുന്ന 62,500 എന്നല്ലേ? ഇതിനെ പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, യെസ്. കണ്ടിന്യൂ. ഫിക്സഡ് പ്രൊഡക്ഷൻ എക്സ്പെൻസ് ആർ അബ്സോർബ്ഡ് ഓൺ ദി ബേസ് ഓഫ് കപ്പാസിറ്റി. ഫിക്സഡ്. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. നമ്മൾ ഓൾറെഡി ചെയ്താണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്തടിച്ച്? ഞാൻ കുറച്ച് ഡിവിഷൻ പറഞ്ഞിരുന്നു. ബേസ് വർക്ക് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യനിൽ മിഷൻ അവർ പറഞ്ഞിരുന്നു. ഫാക്ടറി അവർ ഡിവൈഡ് ബൈ മിഷൻ അവർ. പിന്നെ അടുത്ത് ലേബർ അവർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, പ്രൈം കോസ്റ്റ്. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഏതാ? യൂണിറ്റ്. ഇവിടെ ഏതാ? യൂണിറ്റ്. ഓക്കെ അല്ലേ? അബ്സോർപ്ഷൻ റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ കണ്ട്? ഫിക്സഡ് ഏതാ? പറയും. പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 30 lakh ഡിവൈഡഡ് ബൈ എത്ര അടിച്ചാൽ മതി? എത്ര യൂണിറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? 4 lakh അല്ലേ സാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കരുത്. കാരണം ഇവരെന്താ പറഞ്ഞുള്ളത്? അതിൻ്റെ ബേസ് ഫുൾ വായിച്ച ഓൺ ദി ബേസ് ഓഫ് കപ്പാസിറ്റി. വാട്ട് ഈസ് ദ ഫുൾ കപ്പാസിറ്റി? 4 lakh ആണോ കപ്പാസിറ്റി? അല്ല. എത്ര വരും? ₹6. ഓക്കെ അല്ലേ? നേരത്തെ കണ്ടതല്ലേ? അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കിട്ടി? 6. കാരണം നമുക്ക് യൂണിറ്റിൻ്റെ കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്യലാണ് പണി. ദെൻ അടുത്ത ഒരു സാധനം കൂടി ഉണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. ഏതുമായി ബന്ധപ്പെട്ടതാ? വായിച്ചേ. ഫിക്സഡ് പറയും. ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസ് ആർ റിക്കവേർഡ് ഓൺ ദി ബേസ് ഓഫ് പീരിയഡ്. അങ്ങനെ പറഞ്ഞാൽ എത്ര എമൗണ്ട് ഉള്ളത് നിലവിൽ? 20 lakh അല്ലേ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഓക്കെ അല്ലേ? പീരീഡാണ് ബേസ്. ഏതാ? പീരീഡ്. അപ്പോൾ നിങ്ങൾ ഡിവൈഡഡ് ബൈ ഒന്നും ചെയ്യണ്ട. എത്ര തന്നെ എടുക്കണം? 20 lakh തന്നെ എടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ?
എത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. എത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ആയിരിക്കും? 20 lakh ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അതിൽ ചെറിയൊരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാവും, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇപ്പം ഞാൻ അവർക്ക് കൂടെ പറഞ്ഞ ആകെ എന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പോൾ എത്ര തന്നെ എടുക്കണം? 20 lakh, ബിക്കോസ് പീരീഡാണ്. ഓക്കെ, ദാറ്റ്സ് അത് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾ കൺഫ്യൂഷനോ അതിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ്ഡ് ആവരുത്. അത് നിങ്ങളിപ്പോൾ കേൾക്കാൻ എന്തായിട്ടില്ല, ആയിട്ടില്ല. അതൊരു ടൈം ആകുമ്പോൾ മാഷ് എന്ത് ചെയ്യും, തരും. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ട പോലെ ചെയ്യാം. എന്താ പറയുന്നത്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2022 ഓൺ ദി ബേസ് ഓഫ് ഫസ്റ്റ് ഏതാ, മാർജിനൽ കോസ്റ്റിംഗ്. ചെയ്യല്ലേ? ഞാൻ ചെയ്യട്ടെ? ശ്രദ്ധിച്ചോ. ഓക്കെ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഏതാ, മാർജിനൽ കോസ്റ്റിംഗ്. ഫോർമാറ്റ് നമുക്ക് അറിയുന്നല്ലേ, അതിലിങ്ങനെ അപ്ലൈ ചെയ്താൽ പോരെ. ആ ഫോർമാറ്റിലുള്ള എല്ലാ ഐറ്റവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ ഫോർമാറ്റ് അങ്ങനെ തന്നെ ഇടാം. ഫസ്റ്റ് വൺ ഏതാ, സെയിൽസ്. ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലേ? എത്ര യൂണിറ്റാണ് നിങ്ങൾ വിൽക്കുന്നത്? 3,87,500. ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചാൽ? 64 വെച്ച്. അപ്പോൾ ടോട്ടൽ എമൗണ്ടൊക്കെ അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരുന്നു? ശ്രദ്ധിച്ച് പറയണം. 2 lakh ആവൂല. ഇതന്നെ ആകെ 3,87,500 യൂണിറ്റ് തന്നെ ഉണ്ട്. അതിന് 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ 2 lakh വരാം? 2 crore ആയ 48 lakhs. ഇതാണ് എമൗണ്ട്. 2 crore 48 lakhs. ദെൻ ആയിക്കോട്ടെ, പ്രശ്നമുള്ളതല്ല. ഇതിലൊന്നും ഇപ്പോൾ ഞാൻ ഒന്നും പറയില്ല, വലിയ എമൗണ്ട് അല്ല. നമ്മൾ അത്ര പരിചയമില്ലാത്തതല്ലേ, കണ്ട് നമ്മൾ പഠിച്ചോ. എന്താ ഇനിയുണ്ടോ? യെസ്, ഗ്രേറ്റ്, കൺഗ്രാജുലേഷൻസ്. 48 lakh മൈനസ് അടുത്തേതാ പറയും, വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ അല്ലേ? ഫുൾ ഫോം ആയിട്ട് എഴുതുമല്ലോ, വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് കാണാനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഏതാ, ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, പ്ലസ് വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മൈനസ്, ഞാൻ ഗ്യാപ്പ് ഇടുന്ന എന്തിനാ അറിയോ? വർക്കിങ്സിനാ. മൈനസ് ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്? 50,000 അല്ലേ? സോറി, ഇവിടെ തെറ്റി 50,000 യൂണിറ്റ് അല്ലേ? നമുക്കിവിടെ യൂണിറ്റ് എഴുതാൻ പറ്റില്ല, റുപ്പീസ് എഴുതാം. ഓക്കെ അല്ലേ? ഈ 50,000 ഉണ്ടാക്കാൻ എന്തൊക്കെ കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ഫിക്സ്ഡും ഉണ്ടാവും, വാരിയബിൾ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഏതെടുക്കുള്ളൂ? വാരിയബിൾ. ഓക്കെ അല്ലേ? ബിക്കോസ് ഇത് ഏത് കോസ്റ്റാണ്? മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനുള്ള വാരിയബിൾ കോസ്റ്റ്, മാനുഫാക്ചർ ചെയ്യാനുള്ള വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അറിയോ? കോസ്റ്റിൽ തന്നിട്ടില്ലേ? എത്രയേ? വാരിയബിൾ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് 32 തന്നിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റാണ് എത്ര? 32. നമുക്കൊരു പ്രൊഡക്റ്റ് എടുക്കാം. 32 എന്നൊക്കെ പറയുമ്പോൾ അതിനോടുള്ള ഒരു ചെറിയ ബാഗാന്ന് വിചാരിച്ചാൽ, ഏതാ? ബാഗ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റാണ് 32. ഇത് എന്നുണ്ടാക്കിയതാ? ഈ 50,000 ബാഗ് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ കൊല്ലം 32 തന്നെ ആവുമോ കോസ്റ്റ്? ചിലപ്പോൾ കൂടാം, കുറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അസ്യൂം ചെയ്യണം എന്താണ്? ഇക്കൊല്ലം മാനുഫാക്ചർ ചെയ്യുന്ന അതേ കോസ്റ്റ് തന്നെയാണ് ഇത് കഴിഞ്ഞ കൊല്ലം. കുഴപ്പമില്ലല്ലോ, അതിൽ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ ആയിക്കൂടെ? സെയിം ആയിട്ടുള്ള ആയിക്കൂടെ? യെസ്. അപ്പോൾ ഇൻറ്റു എത്രയാണ്? 32. എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്താൽ 16 lakhs. ഇന്നർ കോളത്തിലാണ് എഴുതേണ്ടത്, അറിയാലോ. മാഷിനിവിടെ സ്ഥലമല്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. വാരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾ എത്ര യൂണിറ്റാണ് ഉണ്ടാക്കിയത്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എത്ര യൂണിറ്റാണ് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം? 4 lakh അല്ലേ? യെസ്. അപ്പോൾ അതിന് എത്ര വരും? 4 lakh ഇൻറ്റു എത്ര തന്നെ? 32 അല്ലേ? അതിൽ വേറെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. എത്ര വരും? 1 crore 28 lakhs.
ഇല്ല. ബോയ്സ് എല്ലാവരും ഇല്ലേ? 22. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അറിയണ്ടേ? അതറിയാലോ, ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ. 62,500 ഇൻറ്റു ഏത് മാത്രമേ ഉള്ളൂ? വാരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എത്ര വരും? 20 lakhs. ഇതൊന്ന് ചെയ്തേ. അതിന് ഞാൻ അങ്ങനെ പറയണ്ട, അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇത്രയും കഴിഞ്ഞാൽ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ചെയ്തുകൊണ്ടിരിക്കുക, ലൈവായിരിക്കുക. 16 ലക്ഷം പ്ലസ് 128 ലക്ഷം മൈനസ് 20 ലക്ഷം എത്ര വരും? 128 ലക്ഷം എന്ന് പറഞ്ഞൂടെ? അപ്പം നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേര് കോസ്റ്റ് ഓഫ് എത്ര വരും? 1 crore. കറക്റ്റാ? ഓക്കെ അല്ലേ? ഇതിവിടെ എഴുതിയാൽ പോരെ? ഇതൊക്കെ അതിൻ്റെ വർക്കിങ്സ് അല്ലേ? എന്തിൻ്റെ? വാരിയബിൾ കോസ്റ്റ് ഓഫ്. ഇത് ലെസ് ചെയ്യുന്നിട്ട് വേഗം അതേ പറഞ്ഞു. അതിലങ്ങനെ ഇരിക്കല്ലേ. ഇതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, അപ്പം അടുത്ത പരിപാടി സെയിൽസിൽ നിന്ന് ആ എമൗണ്ട് അതിലില്ലേ, ലെസ് ചെയ്താൽ മതി. മൈനസ് ഫിഗർ വരും, പക്ഷെ മൈനസ് എൻ്റെ അടുത്ത് പറയണ്ട. അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരെന്താ? ഗ്രോസ് കോൺട്രിബ്യൂഷൻ. എത്ര വരും ഗ്രോസ് കോൺട്രിബ്യൂഷൻ? നേർ പകുതിയാണ്. ഓക്കെ മക്കളെ, ഞാൻ എങ്ങനെയെന്ന് പറയണം. സെയിൽസിൽ നിന്നും എന്ത് ലെസ് ചെയ്യാം? വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ലെസ്. കഴിഞ്ഞു. എന്ത് ലെസ് ചെയ്യണം? അടുത്ത് വാരിയബിൾ ഓഫീസ്, പിന്നെ ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഓക്കെ അല്ലേ? എത്ര വരിക? ക്വസ്റ്റ്യനിൽ തന്നില്ലേ? വാരിയബിൾ ഓഫീസ് തന്നിട്ടുണ്ടോ? വാരിയബിളിൻ്റെ ഇല്ല. സെല്ല് എക്സ്പെൻസ് ഉണ്ടല്ലോ, ഓഫീസിൻ്റെ അല്ല, പക്ഷെ വാരിയബിൾ സെല്ല് എക്സ്പെൻസ് 9 ഉണ്ടല്ലേ. അപ്പോൾ എത്രയാണ് സെയിൽ ചെയ്ത്? സെയിൽ ചെയ്തതിൻ്റെ മുകളിലല്ലേ വരുള്ളൂ സെല്ല് എക്സ്പെൻസ്. സെയിൽ ചെയ്യാത്ത സാധനത്തിന് സെല്ല് എക്സ്പെൻസ് വേണം? വേണ്ട. അപ്പോൾ 3,87,500 ഇൻറ്റു എത്ര രൂപ? 9.60. എത്ര വരും? 37,20,000. അപ്പോൾ വാരിയബിൾ സെല്ലിങ് ഉണ്ടായിരുന്നു, ഏതില്ല? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇല്ല. ഇല്ലെങ്കിലും നമ്മൾ എഴുതി വെക്കുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ. നെറ്റ് കോൺട്രിബ്യൂഷൻ എത്ര വരും? 86, 80 lakh, 86 lakh, 80 അല്ലേ? മൈനസ് പരിപാടി കഴിഞ്ഞു. ഏതാണ്? ഫിക്സഡ് കോസ്റ്റ്. ഏതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്? പ്രൊഡക്ഷൻ കോസ്റ്റും ഉണ്ട്, പിന്നെ ഏതുണ്ട്? പ്രൊഡക്ഷൻ കോസ്റ്റ് ടോട്ടൽ എത്ര? 30 ലക്ഷം അല്ലേ? അല്ലേ? പിന്നെ അടുത്തേതാ? സെല്ലിങ്ങിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്ര? 20 lakh അല്ലേ? ഓക്കെ, 20 lakh. കോമട്ട് കറക്റ്റായിട്ടില്ല. 30 ലാക്കും പിന്നെ 20 lakh ലെസ് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ എന്ത്? പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് കിട്ടും? 36 lakh. ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താ ചോദിക്കുക? മുകളിൽ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, 6 കണ്ടെത്തിയിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ഇതിലെനിക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഫിക്സഡ് സെൽ എക്സ്പെൻസ് കാരണം 20 എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ലെങ്കിലും പീരീഡിനെ ബേസ് ചെയ്ത് 20 ലക്ഷം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്നാൽ ഇവിടെ എന്താ? നമ്മൾ ഈ 6 രൂപയൊക്കെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? അബ്സോർപ്ഷനിലാണ്. ഏതാ? അബ്സോർപ്ഷൻ. ഈ കണ്ടെത്തിയ സാധനത്തെ നമ്മൾ എന്ത് പറയും? ഫിക്സഡ് പ്രൊഡക്ഷൻ. ഇതിന് നമുക്ക് ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഇല്ലേ, അതിന് നമുക്ക് ഇങ്ങനെ പറയാം. എന്താ? അബ്സോർപ്ഷൻ റേറ്റ്. അതെവിടെ വേണ്ട? മാർജിനൽ വേണ്ട. മാർജിനിൽ നമ്മൾ യൂണിറ്റിന് പ്രപ്പോർഷനേറ്റ്ലി എന്ന കോൺസെപ്റ്റ് ഇല്ല. എന്താണ്? മൊത്തം ഫിക്സഡ് കോസ്റ്റ് എത്ര വന്നു അത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഈ അബ്സോർപ്ഷൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ വേറെ ഇട്ടുതരാം. നല്ല രസമുള്ളൊരു സാധനം. നമുക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും. എന്താ പോലെ?
അല്ല ഞാൻ പറഞ്ഞു ഈ അബ്സോർപ്ഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, പിന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി അടുത്തും കൂടെ ചെയ്തിട്ട് സമയം തന്നാൽ പോരെ, ചെയ്യാം അല്ലേ? യെസ്, ഫ്ലോയിലുണ്ട് പോട്ടെ അല്ലേ. ദെൻ അടുത്ത ഏതാ ഹെഡിങ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഏതാ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എഴുതാം. സെയിൽസിൽ മാറ്റമൊന്നുമില്ല. എത്രയും 3,87,500 ഇൻറ്റു എത്രയാണ് 64. അപ്പോൾ എത്ര തന്നെ മാറ്റില്ലല്ലോ, 2 crore എന്നല്ലേ, 48 lakhs. ഓക്കെ, യെസ്. മൈനസ് ഏതാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പ്രൊഡ്യൂസർ അല്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതിൽ ഏതൊക്കെ ഉണ്ടാവും? വേരിയബിൾ കോസ്റ്റും വേണം, ഫിക്സ്ഡ് കോസ്റ്റും വേണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്കൊന്ന് തുറച്ചു നോക്കൂ. പ്രൊഡക്ഷൻ കോസ്റ്റ് 32 രൂപ വേരിയബിൾ വരുന്നുണ്ട്. അത് മാത്രമായ പ്രൊഡക്റ്റ് ആവുമോ? ഇല്ല. പിന്നെ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര ഉണ്ട്? 30 ലക്ഷം ഉണ്ട്. അവിടെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 30 ലക്ഷം എടുക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? നമുക്ക് ഒരു യൂണിറ്റിനുള്ള റേറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടില്ലേ? എത്രയാണ്? 6. ഓക്കെ, അപ്പം അബ്സോർപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് അതിനെ പറയാം. ഈ അബ്സോർപ്ഷൻ എന്നുള്ളത് എവിടെയുള്ളൂ? അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്ത് അങ്ങനെ. മാർജിനിൽ എന്തില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. യൂണിറ്റും പ്രൊപ്പോർഷനായിട്ട് ആക്കണ്ട ഫിക്സ്ഡ് കോസ്റ്റിനെ. അപ്പോൾ ഇവിടെ ഏതൊക്കെ എടുക്കും നിങ്ങൾ പറയും? യൂണിറ്റ് 50,000 തന്നെ അല്ലേ? അത് ഉണ്ടാക്കാൻ ശരിക്കും 32 രൂപ ഏതാണ്? വേരിയബിൾ കോസ്റ്റും പ്ലസ് 6 രൂപയും ടോട്ടൽ എത്ര വേണം? 38 രൂപ വേണം. കുഴപ്പമില്ലല്ലോ. കാരണം പ്രത്യേകം നമ്മൾ എഴുതിയിട്ടുണ്ട് മുകളിൽ ഏതാണ്? ഇതിൽ ഫിക്സ്ഡും ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? വേരിയബിളും ഉണ്ടാവും. എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ പറയും. 38 × 50,000 എത്ര വരും? 9 lakhs. 19 lakhs. ഓക്കെ, ദെൻ ആഡ് ഏതാ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്ത്? 4 ലക്ഷം അല്ലേ? അതിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതും വേണം? വേരിയബിൾ കോസ്റ്റും വേണം, പ്ലസ് ഏതും വേണം? ഫിക്സ്ഡ് കോസ്റ്റ്. എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 38 തന്നെ അല്ലേ? എത്ര വരും? 1 crore 20 lakh. 1 crore 52 lakhs. മൈനസ് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക്. എന്തൊക്കെ ചെയ്തേണ്ടതില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, സ്വന്തമായിട്ടൊക്കെ പഠിക്കാവുന്ന പ്രാന്താവും ചിലതൊക്കെ കണ്ട. എടുത്തടിക്കാൻ തോന്നും. റെക്കോർഡിങ്ങോ വേണ്ട, ഇൻസ്റ്റിറ്റ്യൂട്ട് കേൾക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര വരും? 62,500 ഇൻറ്റു 38 തന്നെ എത്ര വരും? 23 lakh. ഓക്കെ, ആഡ് ലെസ് ഒക്കെ ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞു തരും. $1,472,500 ഇങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു. ലെസ് ചെയ്താൽ ഇനി ഇതിന്ന് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഒന്ന് ലെസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് യാ 1 crore അല്ലേ? 75,000 അല്ലേ? കൺഗ്രാജുലേഷൻസ്. മൈനസ് ഏതാ ഇനി? ഇപ്പം നമ്മൾ ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി മൈനസ് ബാക്കിയുള്ള കോസ്റ്റുകളായി നമ്മൾ എന്താ പറയുക? ഏതൊക്കെയാണ്? ഓഫീസ് ഓവർഹെഡ് അല്ലേ? ഓഫീസ്, പിന്നെ ഏതാ? സെല്ലിങ് ആൻഡ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഫിക്സ്ഡും ഉണ്ടാവും, വേരിയബിളും ഉണ്ടാവും. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പറയാനുള്ളത്? വേരിയബിൾ സെല്ലിങ്ങിൻ്റെ ഏതുണ്ട്?
മക്കൾ ഓഫീസിൻ്റെ ഒരു കോസ്റ്റും ഇല്ല. പിന്നെ ഓർഡർ നോക്കിയിട്ട് പറയാം. പിന്നെ ഏതാണുള്ളത്? ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട് അല്ലേ ഫിക്സഡ് വേരിയബിൾ എന്തുണ്ട്? സെല്ലിംഗ് എക്സ്പെൻസ്. സോറി, അപ്പോൾ ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ്റെ ഓർഡറിലുണ്ട് വന്നാൽ മതിയല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. വാരിയബിൾ സെല്ലിംഗ് ഓവർ ഹെഡ്. അത് ക്വസ്റ്റ്യനിൽ എങ്ങനെ പറഞ്ഞുള്ളത്? 9.6. അപ്പോൾ എത്ര യൂണിറ്റ് ഉള്ളത്? 3,87,500 ഇൻറ്റു എത്രയാണ്? 9.60. എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 37 ലാക്കാ. ഓക്കെ, 20,000. ഇനി അടുത്ത ഏതാണുള്ളത്? ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ അല്ലേ? 30 ലക്ഷം റുപ്യ ഫിക്സഡ് പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ എടുത്തല്ലേ. ഇനിയുള്ളത് ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെ ഉള്ളൂ സെല്ലിംഗ് എക്സ്പെൻസിൻ്റെ വാരിയബിളും ഫിക്സഡും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് സെല്ലിംഗ് എക്സ്പെൻസ് ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 20 ലാക്ക് അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എത്ര തന്നെ എടുക്കേണ്ടത്? 20 ലാക്ക് തന്നെ. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ നോക്കടാ. പ്രൊഡക്ഷൻ കോസ്റ്റ് ഏത് ബേസിലാണ്? യൂണിറ്റാണ്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെടുത്തത്? 6. ഫിക്സഡ് എക്സ്പെൻസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ബേസ് ഏതാ? പീരീഡാണ്. അതുകൊണ്ട് 20 എടുത്തു. ഓക്കെ അല്ലേ? കഴിഞ്ഞു വെച്ചാൽ ഇതിന് ആഡും ലെസ്സൊക്കെ ഏതുണ്ട്? ഒരു സാധനം കൂടി ഉണ്ട് അല്ലേ? ഓവർ അബ്സോർപ്ഷൻ എന്താണ്? അണ്ടർ അബ്സോർപ്ഷൻ. ഏതാ ആഡ് ചെയ്യേണ്ടത്? ഓവർ അബ്സോർപ്ഷൻ ആഡ് ചെയ്യണം. ഇവിടെ ഉണ്ടാ? ഇല്ല. ഏതാ ലെസ് ചെയ്യേണ്ടത്? അണ്ടർ അബ്സോർപ്ഷൻ. ഓക്കെ അല്ല, അതും ഇവിടെ ഇല്ല. ഓക്കെ, യെസ്. ഉള്ളൊരു ക്വസ്റ്റ്യൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം. എന്തായാലും ഇപ്പോൾ മെറ്റീരിയൽ കവർ ചെയ്യാം. എത്ര വരും ലാസ്റ്റ് പ്രോഫിറ്റ്? 43 ലാക്ക് അല്ല. 1 മിനിറ്റ്, ഇതിലുണ്ട് അബ്സോർപ്ഷൻ ഉണ്ട് ഇതിൽ. എവിടെ? പറഞ്ഞുതരാം. എവിടെയാണ് ഓവർ അണ്ടർ വരിക എന്നറിയോ? ആദ്യം കാണിച്ചു തരാം. ആക്ച്വൽ സെല്ലിംഗ് കോസ്റ്റ് എത്ര ഇപ്പം എന്നുള്ളത്? 20 ലക്ഷം അല്ലേ? നമ്മൾ അബ്സോർബ് ചെയ്ത് എത്രയാ? 20 ലക്ഷം. ഇവിടെ അബ്സോർബ് ചെയ്ത് എത്രയാ? 20. അപ്പോൾ അണ്ടർ ഓവർ ഉണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷെ എവിടെ ഉണ്ട്? ഫിക്സ്ഡ് കോസ്റ്റിലുണ്ട്. ക്ലിയർ അല്ലേ? ഫിക്സ്ഡ് ആക്ച്വലുള്ള എത്രയാണ്? 20 ലക്ഷം അല്ല 30 ലക്ഷം ഏത്? ഫിക്സ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ. എന്നാൽ നമ്മൾ ഇവിടെ എത്രയാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? 6 റുപ്യ വെച്ചിട്ട് ഇവിടെ എത്ര രൂപയാണ് എഴുതിയിട്ടുള്ളത് ടോട്ടൽ? 50 യൂണിറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ നടത്തിയത് 4 ലക്ഷം അപ്പോൾ ഇൻറ്റു എത്ര രൂപ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്? 6 മൾട്ടിപ്ലൈ ചെയ്ത് 24 ലാക്ക്. അപ്പോൾ ശരിക്കും ഫിക്സ്ഡ് ഏതായിരുന്നു? ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നത് എത്രയാണ്? 30 ലക്ഷം. പക്ഷെ നമ്മൾ റിക്കവർ ചെയ്തുള്ള എത്രയാണ്? 24 ലക്ഷം. അബ്സോർബ് ചെയ്ത് എത്രയാണ്? 24 ലക്ഷമാണ്. അപ്പോൾ അണ്ടറാണോ ഓവറാണോ? ആക്ച്വലിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഏതാ? അണ്ടർ അബ്സോർപ്ഷൻ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ വേറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എഴുതിത്തരാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3 4 എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ്. ശ്രദ്ധിച്ച് ഞാൻ പറയുന്നല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്താൽ പോരെ. ശ്രദ്ധിക്കും. കമ്പ്യൂട്ടേഷൻ ഓഫ് ജസ്റ്റ് ഞാൻ കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അതിൽ മനസ്സിലായവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. ഇത് നോക്കും, അപ്പോൾ മനസ്സിലാവും. കമ്പ്യൂട്ടേഷൻ ചിലവർക്ക് എഴുതിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? അണ്ടർ ഓർ ഏതാണ്? ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? ആക്ച്വൽ ഏത് ഓവർ ഹെഡാ? ആ പേരെന്ന് പറഞ്ഞേ. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ആക്ച്വലുള്ള എത്രയാണ്? 30 lakhs. ദെൻ അബ്സോർബ്ഡ് ഏതാ?
അബ്സോർബ്ഡ് പറയുമ്പോൾ നിങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 4 lakh. ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് നിങ്ങൾ ചാർജ് ചെയ്ത്? 6. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വന്നു? 24 lakhs. ഓക്കെ. ആക്ച്വലിനേക്കാൾ കുറവ് എത്ര വരുന്നുണ്ട്? 6 lakh. ഇതിനെന്താ നമ്മൾ പറയാം? അണ്ടർ അബ്സോർബ്ഡ്. ഓക്കെ അല്ലേ? ഓവർ അബ്സോർബ്ഡ് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ അണ്ടർ ഓവർ എപ്പോഴും ഉണ്ടാവുക. ഇതിൻ്റെ കാരണം എന്താ? ഇവിടുത്തെ റീസൺ നിങ്ങൾ പറയും. ഇവിടുത്തെ റീസൺ എന്താ? 30 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതീക്ഷിച്ചതാ? 5 ലക്ഷം എന്ത് വരും? ഇതിൽ തന്നെ ഞാൻ കൺസെപ്റ്റ് പറയാം. IIM 5 ലക്ഷം കുട്ടികൾ വരും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രതീക്ഷിച്ചുള്ളത്. അങ്ങനെ മാർക്കറ്റിങ്ങിന്, ഇത് ശരിക്കും പ്രൊഡക്ഷനാണ്, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. മാർക്കറ്റിങ്ങിന് എത്ര രൂപ ചിലവഴിച്ചു? കാരണം മാർക്കറ്റിങ്ങിൽ ഏത് വരാം? അണ്ടർ ഓവറും വരാം. ഇവിടെ വരാത്തതിൻ്റെ കാരണം പീരീഡ് എന്നുള്ളൊരു ടേം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കാം. മീഡിയ വണ്ണിൽ എന്ത് കൊടുത്തു? അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ വേറെ ഏതെങ്കിലും മാതൃഭൂമിയിലോ ഏത് ചാനലിൽ 30 ലക്ഷം രൂപ മുടക്കി. ആര്? IIM. എന്നിട്ട് എത്ര കുട്ടികൾ വരുമെന്നാ പ്രതീക്ഷ? 5 ലക്ഷം. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻ പോലെ നമ്മുടെ IIM സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും? കുട്ടികളായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കുട്ടികളിൽ നിന്ന് ഫീസ് വക കളക്ട് ചെയ്യുമ്പോൾ ഫീസിൽ കോസ്റ്റായിട്ട് ഏതുണ്ടാവും? ഇതും വേണ്ടേ? അഡ്വർടൈസ്മെൻറ്റും വേണ്ടേ? കോസ്റ്റ് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ലേ? ഒരു കുട്ടിയിൽ നിന്ന് സ്വാലി സാർ പറഞ്ഞു നമുക്കൊരു പണിയാം. 30 ലക്ഷം അല്ലേ? 30 ലക്ഷം ഡിവൈഡഡ് ബൈ എത്രയാണ്? 5 ലക്ഷം. ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ കളക്ട് ചെയ്യാം? 6 രൂപ. ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ കളക്ട് ചെയ്യാം? അല്ലെങ്കിൽ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാം. വാക്ക് കേട്ടില്ലേ? റിക്കവർ. അബ്സോർപ്ഷൻ്റെ മറ്റൊരു പേരെന്താ? റിക്കവർ. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ വെച്ച് മേടിക്കാം? 6. എത്ര കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്? 4 lakh. ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലേ? എത്ര കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്? ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ വെച്ച് കളക്ട് ചെയ്തു? 6. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തത് അബ്സോർബ്ഡ്, അല്ലെങ്കിൽ എന്താ? കളക്റ്റഡ്, അല്ലെങ്കിൽ ഏതാണ്? റിക്കവേർഡ്. ഈ റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ സൂപ്പറായി, അടിപൊളി ടേമായി. കളക്റ്റഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. റിക്കവേർഡ്, അബ്സോർബ്ഡ്, അല്ലെങ്കിൽ ചാർജ്ഡ്. ഇങ്ങനെ 3 ടേമാണ് ഇതിന് ഉപയോഗിക്കാറ്. ഓക്കെ അല്ലേ? നമുക്കിതിൽ നോക്കി എഴുതാമല്ലോ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അണ്ടർ അബ്സോർബ്. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ടാ? ഇല്ല. എത്രയാണോ അഡ്വർടൈസ്മെൻറ്റ് ചിലവഴിച്ച് അത്രയും എമൗണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ്പെൻസ് ആയിട്ട് എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അബ്സോർപ്ഷൻ കോസ്റ്റിൽ ഇതിലേതാണ് എന്താ പറയുക കോസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് റെക്കോർഡ്? ഇതാണ്. മാർജിനിൽ ഏതാണെന്ന് വെച്ചാൽ ഫോർ ഡേത ഡിസിഷൻ മേക്കിംഗ് ഓൺലി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അണ്ടർ അബ്സോർപ്ഷനാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെ പറയാം, ശരിക്കും നമ്മൾ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എത്രയായിരുന്നു? 30 ലക്ഷം. പക്ഷേ എത്ര രൂപയെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ? 24 ലക്ഷം. ഈ 24 ലക്ഷം എവിടെ ഉള്ളതെന്ന് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? കാണിച്ചു തരല്ലേ? 4 ലക്ഷം ഈ 38 അതിൽ 6 ഇല്ലടാ. ഇതിൽ ഫിക്സഡ് 32 ഉണ്ട്, വാരിയബിൾ എത്രയുണ്ട്? വാരിയബിൾ 32 ഉണ്ട്, ഫിക്സഡ് എത്രയുണ്ട്? 6. ഈ 4 ലക്ഷം ഇൻറ്റു 6 ഇത് 24 ലക്ഷം. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ ഉള്ളിൽ അതുണ്ട്. ശരിക്കും ഇവിടെ എഴുതേണ്ട എമൗണ്ട് എത്രയാ? 30 ലക്ഷം അല്ലേ? അപ്പോൾ അത് തെറ്റാന്ന് വിചാരിച്ചാൽ അല്ലല്ല, ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇനി ആ പ്രശ്നം കൊണ്ട് തീർക്കാൻ വേണ്ടി നമ്മൾ 6 ലക്ഷം രൂപയുടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 6 ലക്ഷം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അണ്ടർ അബ്സോർപ്ഷൻ എന്താ നമ്മൾ എഴുതിയിട്ടുള്ളത്? അണ്ടർ അബ്സോർപ്ഷൻ ഫോർമാറ്റിൽ എന്താണുള്ളത്? ഫോർമാറ്റിൽ ആഡ് ആണോ ലെസ് ആണോ? ലെസ്. കിട്ടിയില്ലേ? ലോജിക്ക് കിട്ടിയില്ലേ? ഓൾറെഡി എത്ര കുറച്ചിട്ടുള്ളത്? 24 ലക്ഷം. എത്ര കുറയ്ക്കണമായിരുന്നു? 30 ലക്ഷം. അപ്പം ഇനി എത്ര കൂടെ കുറയ്ക്കണം? 6 ലക്ഷം. ഇപ്പോൾ ഈ 6 ലക്ഷം കൊണ്ടുപോയിട്ട് ലെസ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? എന്ത് പറഞ്ഞ് എഴുതണം? അണ്ടർ അബ്സോർപ്ഷൻ. ഓവർ ഉണ്ടാ? ഇല്ല. അണ്ടർ ഉണ്ടെങ്കിൽ ഓവർ ഉണ്ടാവോ? പറയാൻ പറ്റില്ല. ഇവിടെ അണ്ടർ അബ്സോർപ്ഷൻ ഏതിനുള്ളത്? ഏത് എക്സ്പെൻസിനാ? സെല്ലിങ് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? അല്ലേ? സെല്ലിങ് ആണോ? ഫിക്സഡ്. ഓക്കെ. ഫിക്സഡ് ഏത് എക്സ്പെൻസ്? ഫിക്സഡ് പ്രൊഡക്ഷൻ എക്സ്പെൻസ് ആണ് അല്ലേ? സെല്ലിങ്ങിന് എന്തുണ്ടാവും? അണ്ടർ ഓവർ ഉണ്ടായിക്കൂടെ?
ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ അണ്ടർ ഓവർ ഉണ്ടായിക്കൂടെ? ഫിക്സ്ഡ് കോസ്റ്റ് എവിടെയൊക്കെ വരിക? ഓഫീസിൽ വരും, അഡ്മിനിസ്ട്രേഷൻ വരും, സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് പ്രൈം കോസ്റ്റ് വരെ അങ്ങനെ അണ്ടർ ഓവറിൻ്റെ കൺസെപ്റ്റ് ഉണ്ടാവും ഇല്ല. എവിടെ ഉണ്ടാവുള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളടത്ത്. ഫിക്സ്ഡ് കോസ്റ്റ് ഏതിലുണ്ടാവുള്ളൂ? ഓവർ ഹെഡിലുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. പരിപാടി എത്ര വരും ലാസ്റ്റ് പ്രോഫിറ്റ് നോക്കി? ഈ എമൗണ്ട് അതിൽ നിന്ന് ഈ 3 ലെസ് ചെയ്യാം. $37,55,000 വരുന്നുണ്ട്. അതാണ് ഓക്കെ. ദിസ് ഈസ് ദ പ്രോഫിറ്റ് ആസ് പെർ ഏത് പ്രകാരം? അബ്സോർപ്ഷൻ കോസ്റ്റ്. ഓക്കെ അല്ലേ? മറ്റേതിൽ എത്ര പ്രോഫിറ്റ് കിട്ടി? 3,36,80,000. ഇവിടെ എത്ര? 37,50,000. ശരിക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഏത്? അബ്സോർപ്ഷൻ പ്രകാരമുള്ള. മറ്റേത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കിട്ടിയില്ലേ? ഒരു കിഡിലൻ കോൺസെപ്റ്റാണ് പറഞ്ഞത്. ഫൈനൽ ലെവലിൽ ഡെപ്തിൽ എന്തുണ്ട്? കുറേ പഠിക്കാണ്ട്. ഫൈനൽ ലെവലിൽ ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡക്ഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അതിൽ കുറച്ചേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? പോവുക, എന്നിട്ട് 1-2 തവണ ഈ ക്വസ്റ്റ്യൻ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും യൂട്യൂബിലുണ്ടാവും, വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാണും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഞാനെപ്പോഴും പറയാറുള്ള എന്ത്, ചില സാധനമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ സമയമില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡിസ്കഷനൊക്കെ ഇല്ലേ, IAMൻ്റെ എന്ത് പറഞ്ഞു, കുട്ടികളുടെ അഡ്മിഷനൊക്കെ, അതുമായിട്ട് ഇത് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തിട്ടൊക്കെ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? എപ്പോഴും ക്ലാസ് കാണണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ക്ലാസ് പിന്നെ കാണാനൊക്കെ ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെവിടെ എടുക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഇതിട്ടിട്ട് കുറേ റീച്ച് എത്തിയിട്ട് അതിൻ്റെ മുകളിൽ പൈസ ഇട്ടൊന്നും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഓക്കെ അല്ലേ? നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ കഴിഞ്ഞ് എന്തെങ്കിലും തരത്തിൽ ലീവ് എടുക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? കാണാമല്ലോ. ഇനി പിന്നെ നിങ്ങൾക്ക് റിവിഷൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നിനും ഓരോ ഇതായിട്ട് ഇടാം. മാർജിനൽ കോസ്റ്റിങ് അങ്ങനെ ആക്കുക. അല്ലാതെ കോസ്റ്റിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് അല്ല, കുറേ പ്ലേലിസ്റ്റ് ആക്കുക. ബഡ്ജറ്റിനൊരു പ്ലേലിസ്റ്റ്, മാർജിനിലൊരു പ്ലേലിസ്റ്റ്, പിന്നെ ഇനിയിപ്പോൾ അക്കൗണ്ട്സിൻ്റെ ആണെങ്കിൽ നോൺ പ്രോഫിറ്റിൻ്റെയും ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒക്കെ, ഇൻ്ററിൻ്റെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒക്കെ ബാക്കിൽ 2-3 ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഹെവി സാധനം. ക്ലാസ്സിലൊന്നും ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല. ക്ലാസ് ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യും? പാനിക്കും. ഓക്കെ അല്ലേ? എന്നാൽ ആ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? കുറച്ച് പഠിക്കണമെന്ന് തോന്നുക. ചില ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ?